ഫയർ റൂമിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. കുടിയേറ്റം ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. എന്നാൽ കേരളത്തിൽ ഈ വിഷയം സാധാരണ എല്ലാ മനുഷ്യരെയും ആശങ്കപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്യുകയാണ്. എന്നാൽ കത്തോലിക്ക സഭയ്ക്ക് ഈ വിഷയം പൊള്ളുന്ന വിഷയമാകേണ്ടതുണ്ട്. കാരണം 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ പോലും നാടും വീടും പള്ളിയും നമ്മുടെ സ്ഥാപനങ്ങളും നമ്മുടെ കോളേജുകളും നമ്മൾ കെട്ടിപ്പൊക്കുന്ന പ്രസ്ഥാനങ്ങളും നമ്മുടെ എല്ലാ സംവിധാനങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് രാജ്യം വിടുകയാണ്. ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കുകയാണ്. വിദേശ പൗരന്മാരായി ജീവിക്കുകയാണ്. നാടിനെ മറന്ന് ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ നാടിനെ മറന്ന് മുന്നോട്ട് പോവുകയാണ്. ഇത് വലിയൊരു പ്രതിസന്ധിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ന് ഫയർ റൂം ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നു ഡോക്ടർ KM ഫ്രാൻസിസ്, ഒപ്പം ഡോക്ടർ ജോസുകുട്ടി ഒഴികയിൽ. ജോസുകുട്ടി സാറേ, എങ്ങനെ കാണുന്നു ഈ ഒരു പ്രതിഭാസത്തെ? ചെറിയ പ്രായത്തിൽ നിന്ന് കുട്ടികൾ രാജ്യം വിട്ടു പോകുന്നു. നമുക്കൊരു കാലത്ത് സാറിനറിയാം, നമുക്ക് ആളുകൾ കേരളം വിട്ട് ബാംഗ്ലൂരിലും ബോംബെയിലും ഒക്കെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഘട്ടം നമുക്കുണ്ട്. ഗൾഫിൽ പോകുന്ന ഒരു ഘട്ടം നമുക്കുണ്ട്. ഇത് അപ്പുറത്തേക്ക് ഈ രാജ്യത്ത് നിന്ന് ഇവിടെ നമ്മുടെ ആളുകൾ മറ്റു രാജ്യത്ത് പോയി പൗരത്വം എടുത്ത് തിരിച്ചു വരാത്തൊരു സാഹചര്യമുണ്ട്. ശരിക്കും ഇത് കത്തോലിക്ക സഭയെ ഇതൊരു വലിയൊരു പ്രതിസന്ധിയിലേക്ക് ആക്കുകയല്ലേ എന്ന് തോന്നുന്നുണ്ടോ? ഈ രാജ്യങ്ങൾ വിടുക എന്നുള്ളത് അതൊരു ആഗോള പ്രതിഭാസം തന്നെയാണ്. കാരണം ലോകത്തെ എല്ലാ സ്ഥലത്തു നിന്നും മറ്റെല്ലാ സ്ഥലങ്ങളിലേക്കും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ തേടി ആളുകൾ യാത്രയാവുന്നുണ്ട്, അല്ലെങ്കിൽ കുടിയേറുന്നുണ്ട്. ഓസ്ട്രേലിയയിലേക്കും അമേരിക്കയിലേക്കും ഒക്കെ ചരിത്രത്തിൻ്റെ ഘട്ടങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നും പോകുന്നില്ല. അപ്പം അമേരിക്കയിൽ താമസിക്കുന്ന ഒരാൾ വേറെ ഒരിടത്തേക്കും കുടിയേറുന്നില്ല, അവൻ അമേരിക്ക കൊണ്ട് നിൽക്കുകയാണ്. കേരളത്തിലാണെങ്കിലും ഈ കുടിയേറ്റം എന്നുള്ളത് പണ്ട് മുതലേ ഉള്ള സംഗതി തന്നെയാണ്. മധ്യ തിരുവിതാംകൂറിൽ നിന്ന് നമ്മുടെ മലയോര മേഖലകളിലേക്കും മലബാറിലേക്കുള്ള കുടിയേറ്റങ്ങൾ. ഇനി അതിനും ചരിത്രാതീത കാലം മുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ആര്യമാരുടെ ഇന്ത്യയിലേക്കുള്ള വരവ് എല്ലാം ഓരോ തരത്തിലുള്ള കുടിയേറ്റങ്ങളാണ്. ഈ ആധുനിക കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താണ്? കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം ഇന്ന് ലോകത്തിൻ്റെ മറ്റേതൊരു സ്ഥലത്തുള്ള അത്രയും വികസനവും സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലമായിട്ട് മാറി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഈ കഴിഞ്ഞ വർഷം ഏതാണ്ട് 30,000-ഓളം ആളുകളാണ്, 30,000-നും 40,000-നും ഇടയ്ക്ക് ആളുകളാണ് കേരളത്തിൽ നിന്നും വിദേശത്തേക്ക് പഠനത്തിനായിട്ടും കുടിയേറ്റത്തിനായിട്ടും പോയിട്ടുള്ളത്. ഇവിടുത്തെ ട്രെൻഡ് എന്ന് പറയുന്നത്, മുൻകാലങ്ങളിലെ കുടിയേറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കളും കുടുംബം ഒന്നടക്കമുള്ള കുടിയേറ്റമാണെങ്കിൽ, ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് യുവാക്കൾ മാത്രം വിദ്യ അഭ്യസിക്കാൻ വേണ്ടി വേറൊരു രാജ്യത്ത് ചെല്ലുകയും വിദ്യാഭ്യാസത്തിന് ശേഷം അവിടെ തൊഴിലെടുക്കുകയും അവിടെ കുടിയേറുകയും ചെയ്യുന്നു. ഇതാണ് പഴയ സാധാ കുടിയേറ്റവും ഈ കുടിയേറ്റമായിട്ടുള്ള വ്യത്യാസം. അപ്പൊ ഇവിടെ ഒരു തലമുറയെ ഇവിടെ ഉപേക്ഷിച്ചാണ് അവർ പോകുന്നത്, അല്ലാതെ അവരെ കൂട്ടിക്കൊണ്ട് പോകുന്നില്ല. ഇത് ഈ പോകുന്ന ഏത് വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണോ പോകുന്നത്, ആ വിഭാഗത്തിന്റെ ഈ നാട്ടിലുള്ള നിലനിൽപ്പിനെ തന്നെ അത് ചോദ്യം ചെയ്യും. ഇന്നിപ്പോൾ കത്തോലിക്ക സമുദായം അത്തരത്തിലുള്ള ഒരു ഭീഷണി നേരിടുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ചെറുപ്പക്കാരെല്ലാവരും വേറെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നൊരവസ്ഥയുണ്ട്. എന്തുകൊണ്ട് ഇവിടെ തുടരണം എന്നൊരു ചോദ്യം, നമ്മൾ എന്തിനും ഒരു കാര്യം ഉണ്ടല്ലോ, ഒരു ചോദ്യം ഉണ്ടല്ലോ. എന്തുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്ന വണ്ടി തന്നെ ഉപയോഗിക്കണം, വേറൊരു വണ്ടി ഉപയോഗിച്ചാൽ പോരെ, അല്ലെ വേറൊരു വണ്ടി മേടിച്ചാൽ പോരെ, അല്ലെ ഞാൻ താമസിക്കുന്ന വീട്ടിൽ തന്നെ താമസിക്കണം? നമുക്ക് ചോദ്യങ്ങളുണ്ട്. സാമ്പത്തികമായ കാരണങ്ങളുണ്ടാകും, വരുമാനത്തിന് കാരണങ്ങളുണ്ടാകും, പല കാരണങ്ങളുണ്ടാകും. എന്തുകൊണ്ട് കേരളത്തിൽ തുടരണം അല്ലെങ്കിൽ ഇന്ത്യയിൽ തുടരണം എന്ന് ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് തുടരണ്ട എന്ന ചോദ്യത്തിനും ആണ് കൂടുതൽ ഉത്തരങ്ങൾ കിട്ടുന്നത്. എന്തുകൊണ്ട് തുടരണമെന്ന് ചോദ്യത്തിന് ഉത്തരങ്ങൾ കിട്ടുന്നില്ല. ഒന്ന്, നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ ഗവൺമെന്റ് ലെവലിൽ വളരെ കുറച്ച് ജോലികൾ മാത്രമേ കിട്ടുന്നുള്ളൂ. സംവരണ വിഭാഗങ്ങൾ തന്നെ പൊതുവിഭാഗത്തോടൊപ്പം മത്സരിക്കാൻ പ്രാപ്തി നേടിയതിന്റെ പേരിൽ പൊതുവിഭാഗത്തിൽ സംവരണത്തിൽപ്പെടുന്ന ആളുകൾ ധാരാളം പേര് ജോലി നേടുന്നു. അപ്പൊ പൊതുവിഭാഗത്തിലുള്ള ആളുകൾക്ക് ജോലികൾ കുറയുന്ന, സർക്കാർ ജോലിയിലുള്ള അവരുടെ പങ്കാളിത്തം കുറയുന്നു. ഇവിടെ ഒരു സംരംഭം ആരംഭിച്ചാൽ അത് വിജയിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം ഇന്ന് കേരളത്തിലില്ല. കാരണം ഏത് സംരംഭം ആരംഭിച്ചാലും അത് രാഷ്ട്രീയ കാരണങ്ങളാൽ, ട്രേഡ് യൂണിയൻസത്താൽ, അതുപോലെ തന്നെ അധികാര ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്താൽ അത് ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോവുകയോ പൊട്ടപ്പെട്ടു പോവുകയോ ചെയ്യുകയാണ്. കാർഷിക മേഖലയിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന സുസ്ഥിതി ഇന്നില്ല. കാർഷിക മേഖലയിൽ നിലനിൽക്കുന്നവർക്ക് ജീവിതം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇന്ന് കേരളത്തിൽ നിൽക്കുന്നു. അപ്പൊ കേരളത്തിൽ നിൽക്കുന്ന ആളുകൾ നോക്കുമ്പോൾ തൊഴിലില്ല. ഇതിലൊക്കെ വളരെ പ്രധാനപ്പെട്ടത്, ഒരുപക്ഷെ എൻ്റെ സുഹൃത്തുക്കൾ പോലും എന്നോട് പടങ്ങുമായിരിക്കും, ആഗോള നിലവാരവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ നിലവാരം കുറവാണ്. ഒരു ആഗോള തലത്തിൽ ഇന്നത്തെ ഒരു യുവാവിന് ആഗോള തലത്തിൽ മത്സരിക്കാനുള്ള പ്രാപ്തി ഉണ്ടാക്കണം. ആ പ്രാപ്തി അവന് കിട്ടുന്നില്ല. അപ്പോൾ
സ്വന്തമായി ഒരു സംരംഭം ആരംഭിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ വിജയിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയില്ല, നല്ലൊരു ജോലി കിട്ടുമെന്ന പ്രതീക്ഷയില്ല, നല്ലൊരു ജീവിതം ഉണ്ടാകുമെന്ന പ്രതീക്ഷയില്ല, കാർഷിക മേഖലയിൽ തുറന്നുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന പ്രതീക്ഷയില്ല. ബാലിശമായ നിയമങ്ങൾ, വീട്ടിലേക്ക് കടന്നു വരുന്ന വന്യജീവിയെ കല്ലെടുത്തെറിഞ്ഞാൽ അവനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്ന തരത്തിൽ ബാലിശമായ നിയമങ്ങളാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. ഭൂനിയമങ്ങളിൽ പേര് വരിഞ്ഞു മുറുക്കി ഒത്തിരി ആളുകൾ ഇവിടെ ജീവിക്കുന്നു. വിവാഹം കഴിക്കാൻ നിവൃത്തിയില്ലാതെ ധാരാളം ചെറുപ്പക്കാർ, അവർക്ക് തൊഴിലില്ല, വരുമാനമില്ല. 30 വയസ്സിനും 40 വയസ്സിനും ഇടയ്ക്ക് അവിവാഹിതരായ ചെറുപ്പക്കാരുടെ എണ്ണം കൂടുന്നു. വലിയ സാമൂഹ്യ പ്രതിസന്ധി കേരളത്തിൻ്റെ ക്രിസ്ത്യ സമൂഹം നേരിടുന്നുണ്ട്. മറ്റ് സമുദായങ്ങളിലും ഇത് ഏറെക്കുറെയൊക്കെ ഉണ്ട്, ഏറിയും കുറഞ്ഞൊക്കെ ഉണ്ട്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്നിട്ട് രക്ഷയില്ലെങ്കിൽ എവിടെയെങ്കിലും പോവുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവരുടെ ലക്ഷ്യം. ആ എവിടെയെങ്കിലും പോകുന്നതിന്റെ ഭാഗമായിട്ട് ഉള്ളതിലെ നല്ല സ്ഥലങ്ങളിൽ പോകുന്നു. ചിലരൊക്കെ നല്ല സ്ഥലത്തെത്തും, ചിലരൊക്കെ നല്ല സ്ഥലത്ത് എത്തുന്നില്ല. എന്നാലും ഇവിടെ വിട്ടേക്കാം, അതാണ് ഇപ്പോൾ അവരുടെ തീരുമാനം. ജോസ് കുട്ടി സാറ് പറഞ്ഞ ആ കാര്യങ്ങൾ, ഒന്ന് കൃഷി തകർന്നു പോയി, 2 വ്യവസായ മേഖലയിൽ ജോലിയില്ല, 3 ഗവൺമെന്റ് തലത്തിൽ ജോലി ഇപ്പോൾ സ്വന്തക്കാർക്കും വേണ്ടപ്പെട്ടവർക്കുമായിട്ട് പങ്കുവെച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കഴിവുള്ള ഒരു കുട്ടിയുണ്ടെങ്കിൽ അവന് ജോലി കിട്ടുമെന്ന് ഇവിടെ ഉറപ്പില്ലാത്തതാണ് അവൻ പോകാൻ കാരണം. എന്നോട് ചില സുഹൃത്തുക്കൾ പറഞ്ഞത്, പല കുട്ടികളും പറയുന്നത് ഞങ്ങൾക്ക് ഒരു 30,000 രൂപയെങ്കിലും മാസം വരുമാനം കിട്ടുന്ന ഒരു ജോലി ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ നിൽക്കാന്നാണ്. അതായത് ഇവിടെ പല രാഷ്ട്രീയക്കാരും പറയുന്നത് കേരളത്തിന് പുറത്തുള്ളതിനേക്കാൾ കൂടുതൽ കൂലി ഉണ്ട്, അത് ട്രേഡ് യൂണിയന്റെ ഒരു സംഭാവനയാണ്. ഒരു കാര്യം ചിന്തിച്ചു നോക്കിയാൽ മതി, പീഡിക തൊഴിലാളികൾക്കൊക്കെ തുച്ഛമായ ശമ്പളം കിട്ടുന്നത്. മലയോര മേഖലകളിലുള്ള ഈ ഇപ്പൊ തോട്ടം തൊഴിലാളികളുടെ വീട് പശുത്തൊഴുത്തിന് സമാനാണ്. അപ്പോൾ ഇവിടെ ഒരു പൗരന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുള്ളത് കൊണ്ടാണ് ഈ കുടിയേറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു വിഷയം, എനിക്കതൊരു വ്യത്യസ്ത അഭിപ്രായങ്ങൾ 2-3 ഒന്ന്, ആളുകൾ പോകുന്നത് ഇത് മാത്രമല്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും, ഇതിനേക്കാൾ വലിയൊരു റീസൺ എന്ന് പറഞ്ഞാൽ അയൽവക്കത്തെ വീട്ടിലെ ആളുകൾ പോകുന്നത് കൊണ്ട് ഞാനും പോകുന്നു. കൃത്യമായ ബോധ്യങ്ങളില്ലാതെ, അതായത് ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ എത്ര ലക്ഷം കോടി രൂപയോളം നമ്മൾ നമ്മുടെ കുട്ടികൾ ലോൺ എടുത്ത്, അതായത് വിദേശത്ത് ജോലി കിട്ടുമെന്ന പ്രതീക്ഷയിൽ പോവുകയും അവിടെ ജോലി കൃത്യസമയത്ത് കിട്ടാതിരിക്കുകയും കടക്കണിയിലാവുകയും ചെയ്യുന്ന വലിയൊരു വിഭാഗം ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതിൻ്റെ എണ്ണം കൂടുകയാണ്. അതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആളുകൾ ഒരു രാജ്യം ചൂസ് ചെയ്യുന്ന അയൽവക്കത്തെ വീട്ടിലെ ആൾ പോയി വിജയിച്ചു, ആ ഒരു ഹെഡ് മെന്റാലിറ്റിയിലാണ് നമ്മൾ പോകുക. 1. 2, ഇവിടെ എന്ത് നിയമങ്ങൾ മാറാം. ഇപ്പൊ UK-യിലെ നിയമങ്ങൾ മാറുന്നു, ഏത് രാജ്യത്തും പോളിസികൾ ചേഞ്ച് ചെയ്യാം, ഏത് ഘട്ടത്തിലും വേണമെങ്കിൽ അവർ തിരിച്ചു വരാം. ആ റിസ്ക് മനസ്സിലാക്കുകയോ ആ ഒരു ചലഞ്ച് മനസ്സിലാക്കാതെ പോകുന്ന ആളുകളുണ്ട്. അവര് വലിയ ഒരു ബാങ്ക്രപ്റ്റ് ആകുന്ന ഘട്ടത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നത് ഒരു വശത്ത് നിൽപ്പുണ്ട്. അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത്, അവര് മണ്ണിന്റെ മക്കൾ വാദം അവിടെ ആരംഭിച്ചാല് ഇവർ അനാഥരാക്കപ്പെടുമെന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇവർ മറക്കരുത്. അത് തന്നെ. അപ്പൊ കുടിയേറുന്ന ജനതയ്ക്ക് ഉണ്ടാവേണ്ട ബോധ്യം, ഒന്ന്, ഏറ്റവും വലിയ സുരക്ഷിത സ്ഥാനം ഇപ്പോഴും ഞങ്ങൾക്ക് മാതൃരാജ്യവും നാടുമാണെന്ന് മറക്കാൻ പാടില്ല. അത് ഒരു കാര്യമുണ്ട്. പക്ഷെ ഇതിന്റെ പ്രധാന പ്രശ്നം, ഇപ്പൊ ജോസ് കുട്ടി സാറ് പറഞ്ഞു വിദ്യാഭ്യാസത്തെ കുറിച്ച്. നമ്മുടെ കേരളത്തിന് പുറത്തുള്ള സ്ഥാപനങ്ങളെക്കാൾ മോശമായി നമ്മുടെ സ്ഥാപനങ്ങൾ. അതായത് ഇവിടുത്തെ ഇപ്പോ ബാംഗ്ലൂർ പോയിട്ട് അവിടുത്തെ ഒരു സാധാ കോളേജിൽ പഠിക്കുന്നതിനേക്കാൾ താഴെയാണ് ഇവിടെയുള്ള നല്ല കലാലയങ്ങൾ. അതെ, നമ്മുടെ പേരുകേട്ട കലാലയങ്ങൾ, നമ്മളെ ഐക്കണായി ഉയർത്തി കാട്ടുന്ന സ്ഥാപനങ്ങൾ പോലും. ബാംഗ്ലൂര് ക്രൈസ്റ്റിലെ ഒരു അധ്യാപകനായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, മലയാളി കേരളത്തിന് പുറത്ത് പഠിച്ചവനുണ്ടെങ്കിൽ അവനെ അക്കോമഡേറ്റ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ മലയാളി കേരളത്തിൽ പഠിച്ചവനാണെങ്കിൽ അവനെ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറല്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ പിന്നെ സമൂഹം ഒരു കാര്യം മനസ്സിലാക്കണം. എനിക്ക് പറയാനുള്ളത്, ഇത് സീറോ മലബാർ സഭയ്ക്ക് മാത്രമല്ല കോട്ടായിട്ട് വരിക. ഇവിടുന്ന് നല്ല ബുദ്ധിയുള്ള ചെറുപ്പക്കാർ പോയാല് ബ്രഹ്മപുരം പ്ലാന്റില് തീ അണയ്ക്കാനായിട്ടുള്ള ബുദ്ധിയുള്ളവര് കേരളത്തിലുണ്ടായിരുന്നവര് ഇപ്പൊ അമേരിക്കയിലും ഓസ്ട്രേലിയയിലാണ്. വളരെ പ്രധാനപ്പെട്ട ഇവിടെ വെള്ളം ഒഴിച്ചിട്ട് കിടത്താനേ നോക്കണം. വെള്ളം ഒഴിക്കും തോറും ഇത് കത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്ലാസ്റ്റിക് കെടുത്താനായിട്ട് ശരിക്കും പതയുന്ന സ്വഭാവത്തിലുള്ള മെറ്റീരിയൽ വേണം ഉപയോഗിക്കാനായിട്ട്. അവർ ഉപയോഗിക്കുന്നില്ല. ഉപയോഗിക്കാൻ അറിയുന്നവർ ഇവിടെ ബാക്കി ഉണ്ടായിട്ട് വേണ്ടേ? അതെ.
അപ്പൊ ഇതൊരു 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 വലിയ പ്രശ്നമാണ്. കേരളം മുഴുവൻ നേരിടുന്ന വലിയ പ്രശ്നമാണ്. നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ബ്രെയിൻസ്, ഇത് ഏറ്റവും ക്വാളിറ്റി ഉള്ള ആളുകൾ നമ്മുടെ രാജ്യത്ത് നിന്ന് വിട്ടു പോകുന്നു എന്നതാണ് ഒരു വാദം. പക്ഷെ ഇതിനൊരു പരിഹാരം എന്ന നിലയിൽ നമ്മൾ ചർച്ച കൂടി കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. രണ്ടിപ്പം നമ്മൾ ഗവൺമെന്റ് ജോലികളെ കുറിച്ച് ഒരു ആശങ്ക ഇവിടെ പങ്കുവച്ചു. പക്ഷേ നമ്മുടെ രാജ്യത്ത് ശരിക്കും 50 ലക്ഷം ഗവൺമെന്റ് ജോലികൾ ഈ രാജ്യത്തുണ്ട്. അത് നമുക്ക് സംവരണവും EWSും ഒക്കെ അവിടെ ഒരു ഘട്ടത്തിലുണ്ട്. അതൊരു നിൽക്കട്ടെ. അല്ലാതെ തന്നെ ഇത് മെറിറ്റിൽ തന്നെ ഇത് വാങ്ങാൻ പറ്റുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. IAS ആകേണ്ട ആളുകളാണ് വിദേശത്ത് പോയി അവിടുത്തെ ഏറ്റവും ചെറിയ ജോലി നേടി അതിൽ കിട്ടുന്ന ആ ശമ്പളത്തിൽ ആശ്വസിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ കുട്ടികൾക്ക് ഈ ബോധ്യങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ കൊടുക്കാൻ പറ്റാതെ വരുന്നതാണ് ഏറ്റവും വലിയൊരു ചലഞ്ച് ഞാൻ തോന്നുന്നു. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി തന്നെ കാനഡയിൽ പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ അവന് സാധ്യതകളുണ്ട്. അവന് ഈ രാജ്യത്ത് ഈ പ്രസ്ഥാനങ്ങളും സംവിധാനങ്ങളും ഈ പോപ്പുലേഷനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇവിടെ ജോലികൾ ഉണ്ടാകാം. പക്ഷെ ആ ബോധ്യങ്ങൾ നമ്മൾ കൊടുക്കുന്നില്ല എന്നതാണ് അതിലുള്ള കാര്യം. പറയാം എന്നറിയോ, ഇവിടെ ചില സംവിധാനത്തിൽ മാറ്റമുണ്ടായി എന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടത്തക്ക രീതിയിലുള്ള നിലപാടുകൾ ഗവൺമെന്റ് ഭാഗത്തുനിന്നും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ലെങ്കിൽ ഈ പറഞ്ഞ സംഗതി ഇല്ല. ഇവിടെ ഇപ്പൊ ധൈര്യമായിട്ട് ഒരു സംരംഭം തുടങ്ങിയാൽ അത് എപ്പോൾ പൂട്ടിപ്പോയെന്ന് ചോദിച്ചാൽ മതി. എത്ര ഉദാഹരണം ഈ സമീപകാലത്ത് പത്രമാധ്യമങ്ങളിലൂടെ മറ്റൂടെ ഒക്കെ വന്നു കഴിഞ്ഞു. URL എന്ന് പറയുന്ന ഒരു വലിയ അന്തർദേശീയ തലത്തിൽ പ്രസിദ്ധമായ, ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ശാഖകളുള്ള ഒരു വലിയ ഗോഡൌൺ ശൃംഖല, എത്ര പേരുടെ തൊഴിലാണ് പോയത്. അവരിവിടെ പൂട്ടിപ്പോയിട്ട് നിർബന്ധിതരായി. അതിനേക്കാളും അതൊക്കെ വാർത്തയിൽ വന്നു. വാർത്തയിൽ വരാതെ പൂട്ടിക്കിടക്കുന്ന പല സംരംഭങ്ങളുണ്ട്. എനിക്ക് നേരിട്ടറിയാം. എന്താ കാര്യമെന്ന് ചോദിച്ചാൽ, സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനം പ്രസ്താവനകളിലൂടെ അല്ലാതെ നടപടികളിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ ഗവൺമെന്റിന് ആവുന്നില്ല. വിഷയം മാറ്റിക്കൊണ്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നമ്മുടെ കലാലയങ്ങളിൽ എന്ന് റിസൾട്ട് വരുമെന്ന് കോളേജിൽ ജോലിക്ക് ചേരുമ്പോൾ ഒരു കുട്ടിക്ക് പറയാൻ പറ്റില്ല. അതേസമയത്ത് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് യൂണിവേഴ്സിറ്റിയിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ജൂൺ 1 ക്ലാസ് ആരംഭിക്കും. ആ കോഴ്സ് കഴിഞ്ഞ മാർച്ച് 31 പരീക്ഷ തീരും. 3 വർഷമാണെങ്കിൽ 3-ാം വർഷം മാർച്ച് 31 പരീക്ഷ തീർന്നിരിക്കും. മെയ് മാസത്തോടെ റിസൾട്ട് വന്നിരിക്കും. അവിടെ ക്യാമ്പസ് പ്ലേസ്മെന്റിന് സിസ്റ്റം കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. അവൻ എന്തെങ്കിലും ഒരു ജോലി കിട്ടിയിരിക്കും. അല്ലെ അവൻ ഇത്ര ദിവസങ്ങളിൽ അടുത്ത പഠനത്തിന് പോകാൻ പറ്റുമെന്നറിയാം. കേരളത്തിന്റെ രാഷ്ട്രീയ അതിപ്രസരം കാരണം യൂണിവേഴ്സിറ്റികൾക്ക് ഒരു കാര്യം നടത്തിക്കൊണ്ടു പോകാൻ പറ്റുന്നില്ല. കോളേജുകളിൽ ഒരു കാര്യം ഭംഗിയായിട്ട് നടത്താൻ പറ്റുന്നില്ല. എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥി പെരുമാറേണ്ടതിന്റെ മോഡൽ പോലും നമ്മുടെ കലാലയങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടാത്തപ്പോൾ കേരളത്തിന് പുറത്ത് ചെല്ലുമ്പോൾ, അതാ സാറിനോട് പറഞ്ഞേ, അതായത് കേരളത്തിന് പുറത്തുള്ള ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർക്കറിയാം കേരളത്തിൽ നടക്കുന്ന അരാജകത്വമാണ് കലാലയ മേഖലയിലുള്ളത്. ഇങ്ങനെയുള്ളവനെ ഇവിടെ ഒരു ജോലിക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥാപനം പൊളിയുമെന്ന് അവർക്കറിയാം. അതാണ് കേരളത്തിന് പുറത്തുള്ളവർ ആ മോഡലുകൾ കണ്ടിട്ടില്ല. മോഡലുകൾ കാണിച്ചു കൊടുക്കാവുന്ന രീതിയിൽ നമ്മുടെ സംവിധാനം ഇവിടെ മെച്ചപ്പെടേണ്ടതുണ്ട്. തൊഴിലിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമായ കാര്യം, പ്രാദേശിക തലത്തിൽ തൊഴിൽശാലകളും തൊഴിൽ സംരംഭങ്ങളും ഉണ്ടാകണം. അതിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടണം. അടുത്ത 10 കൊല്ലത്തേക്ക് ഈ പ്രസ്ഥാനത്തിന് എന്ത് തകരാറുണ്ടായാലും അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റം ഇവിടെ ഉണ്ടെന്ന് ഗവൺമെന്റ് ഉറപ്പുവരുത്തണം. ധനകാര്യ സ്ഥാപനങ്ങളെ കൊണ്ട് ആ തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. ഈ കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും എനിക്ക് തോന്നുന്നു കത്തോലിക്ക സഭ ഈ ധാരാളം പ്രസ്ഥാനങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരു സംവിധാനമാണ്. 100-ആയിരക്കണക്കിന് സ്കൂളുകള്, കോളേജുകള്, ആശുപത്രികള്. ശരിക്കും നമ്മുടെ ഈ പ്രസ്ഥാനങ്ങൾ ഇത്രയും ഉണ്ടായിട്ടും നമ്മുടെ ആളുകൾക്ക് ജോലി കിട്ടുന്നില്ല എന്നൊരു പരാതി ഉണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും ജോലി കൊടുക്കുക എന്നത് ഇമ്പോസിബിൾ ആയ ഒരു കാര്യമാണ്. ഗവൺമെന്റിന് സാധിക്കില്ല എന്നുള്ള ഒന്നാമത്തെ കാര്യം. സഭയ്ക്കും അത് സാധിക്കണമെന്നില്ല. പക്ഷേ ചില സാധ്യതകൾ സഭ ഈ ഒരു കാലഘട്ടങ്ങളിൽ, പുതിയ കാലഘട്ടം നേരിടുന്ന വെല്ലുവിളികൾക്ക് പുതിയ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു പരിഹാരമാണ് നമ്മൾ. അതായത് നമ്മൾ ഇപ്പോഴും പണ്ട് കാലം നമ്മൾ ചെയ്യുന്ന പോലെ പുതിയ സ്കൂളുകൾ ഉണ്ടാക്കുകയും പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്നത് അല്ല അതിൻ്റെ ഉചിതമായ ഒരു നിലപാടെന്നാണ് എൻ്റെ ഒരു ചിന്ത. അപ്പം ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതയാണ് എൻ്റെ. ഞങ്ങൾക്ക് മലനാട് എന്ന് പറഞ്ഞ പ്രസ്ഥാനമുണ്ട്. അത് ഒത്തിരി പ്രസ്ഥാനങ്ങൾ കാഞ്ഞിരപ്പള്ളി രൂപതയ്ക്കുണ്ട്. ധാരാളം ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം. ഇതൊക്കെ ഫ്രാൻസിസ് സാർ തന്നെ നേരിട്ട് കണ്ടിട്ടുമുണ്ട്, അതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ രൂപതകൾക്കും ഒരു സംവിധാനങ്ങൾ ഇത്രയധികം, അതായത് ആളുകൾക്ക് നല്ല ശമ്പളത്തിൽ ജോലി കിട്ടുന്ന രീതിയിലുള്ള ചില പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ? അത് ജനങ്ങളുടെ കൂടി പങ്കാളിത്തം വാങ്ങിക്കൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പം 30,000 രൂപ ഒരു മാസം കിട്ടിയാൽ ഈ രാജ്യത്ത് തിരിച്ചു വരാൻ റെഡിയായി നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഒരു ആശ്വാസമായിരിക്കും. ഈ മലനാട് പോലെ മറ്റു രൂപതകൾക്കും അത്തരം പ്രസ്ഥാനങ്ങൾ കാണും. അത്തരം പ്രസ്ഥാനങ്ങൾ ഉണ്ടായാൽ അതൊരു പരിഹാരമാവോ ഫ്രാൻസിസ് സാറേ? അതായത് ആദ്യം തന്നെ അതിന് സഭാ നേതൃത്വം തിരിച്ചറിയേണ്ട കാര്യം, ഈ രീതിയിൽ കുടിയേറ്റം പോവുകയാണെങ്കിൽ ജോസുകുട്ടി സാറ് ഏറ്റവും ആദ്യം പറഞ്ഞു, യുവാക്കൾ പോകുന്നു, ഇവിടെ വൃദ്ധന്മാരായവരെ മാതാപിതാക്കളെ ഇവിടെ നിർത്തുന്നു. അപ്പോൾ 10 കൊല്ലത്തിന് ശേഷം കേരളത്തിലെ സീറോ മലബാർ സഭ
ഒരു വൃദ്ധസദനമാകുമെന്ന് യാഥാർത്ഥ്യം ആദ്യം അംഗീകരിക്കും. ഉം. രണ്ടാമതായിട്ട് പണ്ട് നമ്മുടെ സമൂഹം ഉണ്ടാകുന്ന മിച്ചം ഒരു സ്ഥലം വാങ്ങുന്നു, അത് തോട്ടമായിട്ട് കൺവെർട്ട് ചെയ്യുന്നു, അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നു, അങ്ങനെ നമ്മൾ ചെയ്തിരുന്നത്. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാറേ, പല കുടിയേറ്റ മേഖലയിലും കിട്ടിയ വിലയ്ക്ക് സ്ഥലം വിറ്റ് പോവുകയാണ്. അതായത് സ്ഥലം എന്നൊരു ബാധ്യതയാണ്. സ്ഥലം ബാധ്യതയായിട്ട് മാറി. അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു കാലത്ത് ഇത്രയും പ്രോപ്പർട്ടികളൊക്കെ വാങ്ങുകയും അത് വികസിപ്പിക്കുകയും അവിടെ ഒരു കെട്ടിടം ഉണ്ടാക്കുകയും സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്ന കത്തോലിക്കരായ ആളുകൾ ഇന്ന് അത് ഏത് വിലയിനും എങ്ങനെയെങ്കിലും അത് വിറ്റ് ഒഴിയുക. അതിനിപ്പോ ഇവിടേക്ക് വരേണ്ട കാര്യമില്ല, ഓൺലൈനിൽ അത് വിൽക്കുകയാണ്, വിദേശത്തിരുന്ന് വിൽക്കുന്നു. പക്ഷെ അങ്ങനെയുള്ള വിൽപ്പന ഒരു ഭോഷത്വമാണ്. തങ്ങളുടെ വേര് എന്നും നമ്മുടെ മാതൃരാജ്യത്തിന്റെ അത്ര, ഈ സംസ്കാരത്തിന്റെ അത്ര നമ്മളെ നിലനിർത്തുന്ന ഒന്നില്ല എന്ന് വിദേശത്തുള്ളവർ തിരിച്ചറിയണം എന്നുള്ളതാണ് ഒരു ഭാഗം. ഇനി ഈ രണ്ട് കാര്യങ്ങൾ തിരിച്ചറിയുന്ന സഭ എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുക, അതാണ് നമ്മുടെ പ്രധാന ചർച്ച. ഞാൻ 30 വർഷം മുൻപ് കാഞ്ഞിരപ്പള്ളി രൂപതയിലേക്ക് ഒരു പരിപാടിക്ക് പോയപ്പോൾ, മലനാട് എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്നത് കർഷകരുടെ പ്രൈമറി വസ്തുക്കൾ, അതായത് ഇപ്പോൾ തേൻ കിട്ടിയാൽ അതിനെ പ്രോസസ് ചെയ്ത് വിൽക്കാവുന്ന ഒരു ബ്രാൻഡഡ് തേനായിട്ട് 30 കൊല്ലം മുൻപ് ഞാൻ വാങ്ങിച്ച തേൻ ഇപ്പോഴും വീട്ടില് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കാരണം അതിന്റെ ക്വാളിറ്റി പോയിട്ടില്ലേ. അപ്പൊ സാറ് ഇതിന്റെ പ്രശ്നം പ്രൈമറി പ്രൊഡക്ട്സ് ആണ് വിൽക്കുന്നതെങ്കിൽ കർഷകര് ലാഭമില്ല, അവൻ രക്ഷപ്പെടില്ലേ. അപ്പൊ ഇത്തരത്തിൽ ഈ കാഞ്ഞിരപ്പള്ളി രൂപത ആ 30 കൊല്ലം മുൻപുള്ള രീതി പോലും മാറ്റണം എന്നാണ് ഞാൻ പറയുന്നത്. അതായത് കാലഘട്ടത്തിനനുസരിച്ച് പുതിയ സംവിധാനങ്ങൾ കണ്ടെത്തി ഇവിടെയുള്ള ജനങ്ങൾക്ക് ഒരു രൂപതയോടൊപ്പം ഒരു ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് സെന്റർ, ടെക്നോളജി സ്കിൽ പാർക്ക്, അതായിരുന്നു ഈ കത്തോലിക്ക സഭയുടെ. എന്താണ് കത്തോലിക്ക സഭ ഈ സമൂഹത്തിന് സംഭാവന ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാല്, 60 വർഷം മുൻപ് നമുക്ക് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് സെന്റേഴ്സ് ഉണ്ട്, ITC അടച്ചുപോയി. പക്ഷേ തൃശ്ശൂർ രൂപതയില് എൻ്റെ വീടിനടുത്തുണ്ടായിരുന്ന സെന്റ് മേരീസ് ഓർഫനേജിൽ ITCയില് പഠിച്ച കുട്ടികളാണ് വലിയ ജോലിയിൽ എത്തിയിരിക്കുന്നത് വിദേശ രാജ്യത്ത്. അപ്പൊ ആ സ്കില്ല് പോലെ ഇന്ന് പുതിയ സ്കില്ലുകള് ITC സെന്റേഴ്സിലേക്ക് കൊണ്ടുവരണം. അത് എല്ലാ രൂപതയിലും ഇത്തരം ഒരു പ്രോഗ്രാം ഉണ്ടാവണം. അറ്റ്ലീസ്റ്റ് ഒരു രൂപതയില് ഒരു 10,000 പേർക്കെങ്കിലും ജോലി കൊടുക്കാവുന്നത് 10 കൊല്ലത്തിനുള്ളിൽ. അത് ജാതി മതഭേദമന്യുള്ള ചെറുപ്പക്കാർക്ക് ജോലി കൊടുത്ത് മൊത്തം ഒരു വികസനത്തിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ടോ? കാർഷിക വസ്തുക്കളെ രൂപാന്തരപ്പെടുത്താൻ പറ്റുമോ? അതിനെ പള്ളിക്കൊപ്പം പള്ളിക്കൂടം എന്നതിന് പകരം പള്ളിക്കൊപ്പം ഒരു തൊഴിൽശാല. റോയി കണ്ണഞ്ചിറേച്ചൻ എപ്പോഴും പറയും പള്ളിക്കൊപ്പം ഒരു പണിശാല കൂടി എന്നൊരു സ്വപ്നമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിന്റെ അകത്ത് ഇപ്പൊ സാർ പറഞ്ഞ ഈ കാര്യത്തില് പള്ളിക്കൊപ്പം പണിശാല എന്ന് പറഞ്ഞല്ലോ, വാസ്തവത്തിൽ ഇതിൻ്റെ അകത്ത് നമ്മൾ എടുക്കേണ്ട ഒരു സമീപനം, ഒന്ന് പള്ളിക്കൊപ്പം പള്ളിയുടെ നേതൃത്വത്തിൽ ഒരു പണിശാലയെക്കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിക്കുക. നമ്മൾ ഇനി കുറച്ച് നാളത്തേക്ക് പുതിയ ദേവാലയങ്ങളുടെ നിർമ്മാണമല്ല, നമുക്ക് കോടിക്കണക്കിന് രൂപ മുടക്കുള്ള ദേവാലയങ്ങളല്ല, അതിനുവേണ്ടി മുടക്കുന്നതിൽ ഒരു വിഭാഗം മുടക്കിക്കൊണ്ട് ഉറപ്പായും അതാത് പ്രാദേശികമായ ആവശ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ഉള്ള സംവിധാനങ്ങൾ, സംരംഭങ്ങൾ ആരംഭിക്കുക ഒരു വഴിക്ക്. മറുവഴിക്ക് അതാത് മേഖലയിലുള്ള ആളുകളിൽ ഇത്തരം സംരംഭങ്ങൾ തുടങ്ങാൻ പ്രാപ്തിയുള്ളവരെ കൊണ്ട് ആ സംരംഭങ്ങൾ തുടങ്ങിപ്പിക്കുക, അവരെ പ്രേരിപ്പിക്കുക, അവർക്ക് പ്രോത്സാഹനം കൊടുക്കുക. അങ്ങനെ ആരെങ്കിലും സംരംഭം ആരംഭിച്ചാൽ അത് വിജയിപ്പിക്കുന്നതിന് ആവശ്യമായ പിന്തുണ നമ്മുടെ അഖില കേരള തലത്തിലുള്ള മറ്റ് രൂപതകളുമായി ചേർന്നുകൊണ്ട് അതിനുള്ള പിന്തുണ അവർക്ക് കൊടുക്കുക. അപ്പോൾ ഒരു സംവിധാനം ഒരിടത്ത് തുടങ്ങിയാൽ അത് കേരളം മുഴുവൻ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വത്തിന്റെ ഒരു ഭാഗം സഭ കൂടെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഈ ധൈര്യമായിട്ട് ആളുകൾ മുന്നോട്ടേക്ക് വരും. കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ സാർ ഇവിടെ സൂചിപ്പിച്ചു, വിദേശത്ത് തന്നെ ആളുകൾ വിൽക്കുകയാണെന്ന്. ഇപ്പൊ തൊടുപുഴ ഒരു സംരംഭം ആരംഭിച്ചിട്ടുണ്ട്, തൊടുപുഴ കർഷകരുടെ മുൻകൈയിൽ ഒരു സംരംഭം ആരംഭിച്ചിട്ടുണ്ട്. അവർ ചെയ്യുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വാല്യൂ അഡീഷണൽ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം അവർ പറയുന്നത്, നിങ്ങൾ നമ്മുടെ ആളുകൾ അത് കൂടുതലും അവർ ഉദ്ദേശിക്കുന്നത് വിദേശത്ത് ജോലി ഉണ്ടായിട്ട് ഇവിടെ ഭൂമി വിൽക്കാൻ നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഇവിടെ വിൽക്കാൻ നിർബന്ധിതരാകുന്നവരോട് പറയുന്നത്, നിങ്ങൾ ഭൂമി ഞങ്ങളെ ഏൽപ്പിക്കുക, ഞങ്ങളത് കൃഷി ചെയ്ത് ആദായം ഉണ്ടാക്കി ആദായം നിങ്ങൾക്ക് തരാം, ഭൂമി നിങ്ങൾക്ക് തന്നോളാം, ഞങ്ങൾക്ക് ഭൂമി വേണ്ട. അവർ അങ്ങനെ ഒരു കമ്പനി അവിടെ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി രൂപീകരിച്ച് അവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലുള്ള മാതൃകകൾ നമുക്കുണ്ടാകണം. ഇപ്പൊ അങ്ങനെ ആരംഭിച്ച ഒരു കമ്പനി ഒരുത്തുണ്ടെങ്കിൽ അതിനെ ബാക്കിയുള്ളവർക്ക് പ്രോത്സാഹിപ്പിക്കുക.
അപ്പോൾ സംവിധാനങ്ങൾ Exactly. മുന്നോട്ട് കൊണ്ടുപോകും. ആ, ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ മുഴുവൻ സംവിധാനങ്ങളും വരികയും, നിങ്ങൾ ജോലിക്ക് വേണ്ടി നിങ്ങൾ ഇന്ത്യ വിടണ്ട, നിങ്ങൾക്ക് ജോലി കിട്ടുകയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്ത്യ വിടണ്ട, നിങ്ങൾ ഇവിടെ നിന്നാൽ നിങ്ങൾക്ക് സംരക്ഷണം തരാനും ജോലി തരാനുള്ള സംവിധാനം നമുക്കുണ്ടാക്കാൻ പറ്റും എന്ന ഒരു ആത്മവിശ്വാസം നമ്മുടെ ചെറുപ്പക്കാർക്ക് കൊടുത്താൽ നമ്മുടെ സംസ്കാരവും നമ്മുടെ കുടുംബവും നമ്മുടെ ഭാവിയും ശോഭനമായി തീരും. അല്ലെങ്കിൽ നമ്മളിവിടെ ന്യൂനപക്ഷത്തിലും ന്യൂനപക്ഷമായി ഇവിടെ അപ്രത്യക്ഷമാകുന്ന ഒരു സമൂഹമായിട്ട് മാറും. പാഴ്സികൾക്കുണ്ടായ അതിനേക്കാളും മോശമായ പ്രതിസന്ധികൾ. ഇതിൽ വേറൊരു മേഖല ഞാൻ പറയുന്നത്, ഇപ്പൊ നമ്മുടെ മത്സ്യത്തൊഴിലാളികളുണ്ട്. അത് തന്നെ. നമുക്കറിയാം, അതെ, ഇത്രയും കഷ്ടപ്പെടുന്ന ഒരു വിഭാഗം നമ്മുടെ കേരളത്തിൽ വേറെ ഉണ്ടാവില്ല. അതെ. പക്ഷെ അവരുടെ പ്രൊഡക്റ്റിന് ഇപ്പൊ ഒരു നല്ല മീൻ അവരുടെ കയ്യിൽ അവർ പിടിച്ചു കൊണ്ടുവരുന്നതിന് 100 രൂപയ്ക്ക് മേടിക്കുന്നു, മാർക്കറ്റിൽ 1000 രൂപയ്ക്ക് വിൽക്കുന്നു. അതാണ് ഇപ്പൊ കാണുന്നത്. അപ്പം മത്സ്യത്തൊഴിലാളികൾ കൊണ്ടുവരുന്ന ഒരു ഗ്രാം മത്സ്യം പോലും പ്രോസസ്സ് ചെയ്യാതെ അതിൻ്റെ യഥാർത്ഥ ലാഭം അവരിൽ എത്തിക്കുന്ന സംവിധാനം സൃഷ്ടിക്കാതെ മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. അവര് വീണ്ടും കഷ്ടപ്പെട്ട്. അപ്പോൾ അല്ല, ഇനി മത്സ്യത്തൊഴിലാളികൾ വിഭാഗം പോലും ഉണ്ടായി. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സ്ഥലത്ത് യാത്ര ചെയ്തപ്പം അവിടുത്തെ ആ പുള്ളിയുടെ 4 മക്കളും വിദേശത്തേക്ക് പോയി. ആ ഒരു ജനറേഷൻ പോലും എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സംവിധാനത്തിൽ നിന്ന് പോലും ഈ ആദായം ഇല്ലാത്തതാണ് അവരുടെ മൈഗ്രേഷൻ റീസൺ. അപ്പൊ സാറ് പറഞ്ഞത് നല്ലൊരു സജഷനാണ്. അത്തരം കമ്പനികൾ അല്ലെങ്കിൽ അത്തരം പ്രസ്ഥാനങ്ങൾ, സംഘങ്ങൾ ഒക്കെ രൂപവൽക്കരിച്ചുകൊണ്ട് നേരിട്ട് അല്ലെ ആ ഒരു മിഡിൽമെന്നിന്റെ മിഡിൽമെന്നെ കളഞ്ഞ് ഒരു പൈസ പോലും മത്സ്യത്തൊഴിലാളികൾക്കല്ലാത്തവർക്ക് ലഭിക്കില്ല എന്ന ഒരു തീരുമാനത്തിൽ മുന്നോട്ട് പോകാനും അതിനെ മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു ശൃംഖല സൃഷ്ടിക്കാതെ അവരെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. അതിന് പകരം ഇത്തരം ഡയറക്ഷൻസും മാതൃകകളും സൃഷ്ടിക്കാതെ അത് പോപ്പുലറൈസ് ചെയ്യാതെ നിന്നാൽ മത്സ്യത്തൊഴിലാളികളിലും ഈ കുടിയേറ്റ മേഖലയിലുള്ള നല്ലവരൊക്കെ പുറത്തു പോകും. അതിൽ കഴിവ് കുറഞ്ഞ ആൾക്കാരെ നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല എന്ന്. തീർച്ചയായും മത്സ്യത്തൊഴിലാളികളില് പാവപ്പെട്ടവരുണ്ട്, കഴിവുള്ളവരുണ്ട്. കഴിവുള്ളവർ പോയാൽ പാവപ്പെട്ടവര് പിന്നെ ആദിവാസികളുടെ അവസ്ഥയിലേക്ക് തരം താഴ്ന്നു പോകും. തീർച്ചയായും. അത് സമൂഹം പോലും ആ ഒരു ഗൗരവമായിട്ട് അത് കണക്കാക്കണം. പൊതുവായിട്ടുള്ള കുടിയേറ്റം കേരള സമൂഹത്തിൽ ബാക്കി നിൽക്കുന്ന ജനതയെ, അത് ക്രിസ്ത്യാനികളുടെ മാത്രം പ്രശ്നമല്ലാന്ന്, പൊതുവായി ഇവിടെ നിന്ന് ബുദ്ധിയുള്ളവരൊക്കെ പോയാൽ ഈ കേരള സമൂഹത്തിൽ ബാക്കി വരുന്നവരെ കൈപ്പിടിച്ച് ഉയർത്താനായിട്ടുള്ള ഒരു ശൃംഖല തന്നെ നഷ്ടപ്പെട്ടു പോകും. ഈ ആളുകൾ നഷ്ടപ്പെടുന്നത് കേവലം കുറച്ച് ജോലികൾക്ക് മാത്രമല്ല, നമുക്ക് എന്നാൽ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ തന്നെ നമുക്ക് ഏറ്റവും മികച്ച കുട്ടികൾ നഷ്ടപ്പെടുകയാണ്. കാരണം നമുക്കറിയാം, ഈ തീ അണയ്ക്കാനുള്ള ബോധം ഉള്ള ആളുകൾ എന്നത് സാറ് പറഞ്ഞത് ഒരു ചെറിയ കാര്യമല്ല. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ സംവിധാനങ്ങളെ ഡ്രൈവ് ചെയ്യേണ്ട ആളുകൾ, അങ്ങനെ ഡ്രൈവ് ചെയ്യേണ്ട ആളുകൾ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ വിദേശത്തേക്ക് പോവുകയാണ്. പണ്ടത്തെ പോലെ +2 കഴിഞ്ഞോ ഡിഗ്രി കഴിഞ്ഞോ ഒന്നുമല്ല. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ കുട്ടികൾ വിദേശത്തേക്ക് പോകുന്ന ഘട്ടത്തിലേക്ക് നമ്മുടെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും നമ്മുടെ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് തന്നെ നമ്മുടെ കുട്ടികൾക്ക് ചെറുപ്രായത്തിൽ തന്നെ അവരെ ഒന്ന് ഗൈഡ് ചെയ്യാൻ, ഓറിയന്റ് ചെയ്യാൻ, ഈ നാടിന്റെ സാധ്യതകൾ പറഞ്ഞു കൊടുക്കുന്നതിനൊപ്പുറത്തായിട്ട് നമ്മുടെ രാജ്യത്ത് എത്രയോ സ്കോളർഷിപ്പുകളുണ്ട്. ഈ രാജ്യത്ത് തന്നെ നല്ല ഉയർന്ന വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ പറ്റുന്ന സ്കോളർഷിപ്പുകളുണ്ട്. ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാനുള്ള എൻട്രൻസ് പരീക്ഷകളുണ്ട്. ഇതിനു വേണ്ടിയൊക്കെയുള്ള ബോധ്യങ്ങൾ ചെറുപ്പത്തിൽ കൊടുക്കുകയും IAS ഉൾപ്പെടെയുള്ള 10,000-ഓളം ഗവൺമെന്റ് എക്സാമുകൾ രാജ്യത്തുണ്ട്. 50 ലക്ഷം ജോലികൾ ഈ രാജ്യത്തുണ്ട്. ഇതിലേക്കുള്ള ബോധവൽക്കരണവും നമ്മൾ കൊടുക്കുകയും അതിനുള്ള പരിശീലനങ്ങളും നമ്മുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചെറുപ്പം തൊട്ട് തന്നെ, ഞാൻ പറഞ്ഞ +2 കഴിഞ്ഞ് ബാഗ് പാക്ക് ചെയ്തവനോടല്ല ഇത് പറയേണ്ടത്. അടുത്തൊരു ജനറേഷൻ, ഒരു 10 വർഷം കഴിഞ്ഞെങ്കിലും ഇവിടെ ഒരു സമൂഹം അവശേഷിക്കണമെന്നുണ്ടെങ്കിൽ മികച്ച ആളുകൾ നമ്മുടെ നയിക്കുന്ന, നമ്മുടെ ഒരു വിഭാഗത്തിന് മാത്രമല്ല, ഈ നാടിനെ ഡ്രൈവ് ചെയ്യേണ്ട ആളുകൾ നമുക്കുണ്ടാകണമെങ്കിൽ അതിനുള്ള ഒരു പ്രോസസ്സിലേക്ക് നമ്മുടെ കുട്ടികളെ, ഞാൻ കുട്ടികളെ മാത്രമേ ഭാവി കാണുന്നുള്ളൂ, അല്ലാതെ ഈ +2 കഴിഞ്ഞുള്ളവരോട് ഒരിക്കലും ഇത് പറയാൻ പറ്റുന്ന കാര്യമല്ല. അടുത്ത 10 വർഷം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പദ്ധതികൾ നമുക്കുണ്ടാവുകയും അത് ഒരു ഏകീകൃത സംവിധാനത്തിലൂടെ അതിനെ മോണിറ്റർ ചെയ്യുകയും മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്ന, റിവാർഡ് ചെയ്യുകയും ചെയ്യുന്ന സംവിധാനം ഒരു കാര്യം ഇതിൽ കൂട്ടിച്ചേർക്കാനുള്ളത്, ഞങ്ങൾ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രവാസി മലയാളികളെ ഒരുമിച്ച് കൂട്ടി. അവിടെ പോയപ്പോഴാണ് കണ്ടത് എത്രയോ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് വിദേശത്തുള്ളത്. നമ്മുടെ ആലഞ്ചേരി പിതാവ് അദ്ദേഹം പറയുകയുണ്ടായി, വിദേശ മലയാളികള്
തിരിച്ചു വരണമെന്നല്ല, അവരുടെ കഴിവുകൾ പ്രാദേശികമായിട്ട് വിനിയോഗിച്ച് വികസിപ്പിക്കാൻ നോക്കണം. ഇത് ചൈനയിലുണ്ടായതാണ്. ചൈനയിലെ കമ്മ്യൂണിസം കൊണ്ട് ചൈന തകർന്നു. അപ്പൊ പുതിയ ഭരണാധികാരികൾ അമേരിക്കയിലും മറ്റിടത്തുള്ള അവരുടെ ചൈനീസ് ആൾക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങളുടെ പണം ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവിധ സംരക്ഷണവും തരാം. അങ്ങനെയാണ് ചൈന വികസിച്ചത്. അങ്ങനെയാണ്. അപ്പൊ കേരളത്തിലും എന്റെ സാറ് ആ മോഡൽ ഉപയോഗിക്കാൻ സർക്കാർ തയ്യാറാകണം. അതിന് നമ്മുടെ പ്രവാസികള്, അതായത് എത്രയോ വ്യവസായികള്, വ്യാപാരികള്, മാർക്കറ്റിംഗ് ശൃംഖല നടത്തുന്നവര്, അവരുടെ ടാലന്റിനെ സംരക്ഷണം കൊടുക്കാനായിട്ട് സർക്കാരിന് ഉണ്ടാകണം. അപ്പൊ ചൈനയേക്കാൾ മുൻപന്തിയിൽ നമ്മൾ എത്തും എന്ന കാര്യത്തിൽ ഒരു സംശയം. നമുക്ക് ചെയ്യാവുന്ന വേറെ കാര്യമുണ്ട്. നമ്മുടെ കേരളത്തിലെ നമ്മുടെ സഭാ സംവിധാനത്തിലൂടെ, അതായത് നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾ പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ അവർക്ക് ഈ സംരംഭകത്വത്തെ സംബന്ധിക്കുന്ന ഒരു കാഴ്ചപ്പാട് കൂടെ നമ്മൾ കൂടുതലായി അവർക്ക് കൊടുക്കാവുന്ന രീതിയിൽ നിലവിലത്തെ സാഹചര്യത്തിൽ ബിസിനസ് ചെയ്യുന്നത് ഒരു തെറ്റാണ്, അല്ലെങ്കിൽ ഒരു മോശം ഒരു പണിയാണെന്നുള്ള ഒരു പൊതുബോധമാണ് നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കുന്നത്. ബിസിനസ്സുകാരെ കുറിച്ച് ബിസിനസ് മാത്രമല്ല, അതായത് രാഷ്ട്രീയ മോശമാണ്, ബിസിനസ്, സിനിമ, മാധ്യമ പ്രവർത്തനം ഉൾപ്പെടെ, അതായത് ഇന്ന് ഈ കാലത്ത് ആവശ്യമുള്ളതെല്ലാം നമ്മൾ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ആളുകളുടെ ചില അറിവുകേട് എന്ന് ഞാൻ പറയേണ്ടിയിരിക്കുന്നു. ആ ഒരു ബോധ്യത്തിലാണ് നമ്മൾ ഈ സിസ്റ്റം റൺ ചെയ്യുക. അതുകൊണ്ടാണ് ഇന്ന് തൃശ്ശൂരിലൊക്കെ ഉള്ള ആളുകൾക്ക് ബിസിനസ്സിനോട് താല്പര്യം ഉണ്ടാകാം, പക്ഷെ പൊതുവെ ഞാൻ ഈ പറയുന്നത് ബിസിനസ്സിനോട് താല്പര്യം പൊതുവെ കുറവാണ് നമ്മുടെ. കാരണം അതിലേക്ക് ഇറങ്ങുന്നതിനുള്ള ആത്മവിശ്വാസം കൊടുക്കുവാനുള്ള സംവിധാനങ്ങളില്ല. അതിനെ കെടുത്തുന്നതാണ്, അത് കെടുത്തുന്ന ആളുകളാണ് നമ്മുടെ കൂടെ ഉള്ളത്. കടക്കാരനായിട്ട് വരാനാ പറയുന്നത്, കടക്കാരനാകും നശിച്ചു പോകുമെന്നാ പറയുന്നത്. അത് തന്നെ. അപ്പൊ നമ്മൾ ആളുകളെ സംരംഭകത്വം പരിശീലിപ്പിക്കണം. എവിടെ തുടങ്ങണം? ഇപ്പൊ സാറ് ഇപ്പൊ ഈ കുഞ്ഞു പ്രായത്തിൽ കളിയായിട്ട് കഞ്ഞിയും കറിയും വെക്കുമ്പോൾ, സാറ് പേഴ്സണലായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, കുഞ്ഞു പ്രായത്തിൽ കഞ്ഞിയും കറിയും വെക്കുമ്പോൾ അബോധത്തിലേക്ക് കടക്കുകയാണ് കഞ്ഞിയും കറിയും നമ്മൾ ഉണ്ടാക്കേണ്ടതാണ് എന്നുള്ളൊരു ബോധം. അതുപോലെ തന്നെ കുഞ്ഞു പ്രായത്തിൽ സ്കൂളുകളിൽ കുട്ടികൾക്ക് കൊടുക്കേണ്ട പരിശീലനത്തിൽ പെടേണ്ടതാണ് അവരെ കൊണ്ട് സാധനങ്ങൾ ഉണ്ടായിപ്പിക്കുക, മോക്കായിട്ടെങ്കിലും ബിസിനസ് നടത്തിക്കുക, അതുപോലുള്ള പ്രോജക്റ്റുകൾ അവർക്ക് കൊടുക്കുക. ആ രീതിയിൽ അതുപോലെ തന്നെ ഈ കുക്കറി ക്ലാസ്സുകൾ കൊടുക്കുക, അത്തരത്തിലുള്ള മത്സരങ്ങൾ നടത്തിക്കുക. ചെറിയ കുട്ടികളെ കൊണ്ടൊക്കെ ജയിക്കാം, ചെറിയ മത്സരങ്ങൾ. അപ്പൊ നമ്മുടെ സ്കൂളുകളുടെ അന്തരീക്ഷത്തിൽ ഈ ഓണ്ടർപ്രണർഷിപ്പ്, ഇവിടെയുള്ള സംരംഭകത്വം, നാട്ടിൽ ജീവിക്കാൻ ആവശ്യമായ തൊഴിലുകളെ സംബന്ധിച്ച് ഒക്കെയുള്ള ഒരു പരിശീലനം കൊടുക്കത്തക്ക രീതിയിലുള്ള ഒരു കമ്പോണന്റ് കൂടെ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ആഡ് ചെയ്യണം. നമ്മുടെ കാറ്റക്കിസം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളെ ചെറിയ പ്രായത്തിൽ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നതാണ്. ഈ കാറ്റക്കിസം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ സംബന്ധിച്ച്, നമ്മുടെ വിശ്വാസത്തെ സംബന്ധിച്ചൊക്കെ പഠിപ്പിക്കുന്നതോടൊപ്പം പ്രധാനപ്പെട്ടതാണ് ഇവിടെ അന്തസ്സായി നാളുകളിൽ ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം എങ്ങനെ ഉണ്ടാക്കാം എന്ന ബോധം അവരിലേക്ക് കടന്നു കൊടുക്കുന്നത്. രാഷ്ട്രീയമായിട്ട് വേണം, സാംസ്കാരികമായിട്ട് വേണം, ചരിത്രപരമായിട്ട് വേണം. അപ്പൊ കുട്ടികൾക്ക് കാറ്റഗറിസം ക്ലാസ്സുകളിലേക്ക് വരുന്നതിനുള്ള ആ ഒരു താല്പര്യം കൂടും, അവർ കൂടുതൽ അതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റഡ് ആവുകയും ചെയ്യും. ആ തരത്തിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ആകാവുന്ന തരത്തിൽ ഒരു അറിവിന്റെ തലത്തിനപ്പുറം അത് ഒരു വിശ്വാസവും സംസ്കാരവും കൂടി കൂട്ടിച്ചേർത്ത് രണ്ടും കൂടെ കൂട്ടിച്ചേർക്കുന്ന ഒരു വിദ്യാഭ്യാസ പ്രക്രിയയാക്കി അതിനെ മാറ്റണം. നമ്മുടെ സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിദഗ്ധരായ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ ഈ തരത്തിലുള്ള ഒരു മാറ്റത്തിന്റെ കാര്യത്തെക്കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചെങ്കിൽ മാത്രമേ നാളെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതായത് ഒരു യാഥാർത്ഥ്യമാണ്. എനിക്ക് നമ്മുടെ നാടിന്റെ സാധ്യത നമ്മൾ മനസ്സിലാക്കുക എന്നതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, ആ കുട്ടി ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ പഠിച്ചിറങ്ങുകയാണ്. ഒരു പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടുകയാണ്. 1.25 ലക്ഷം രൂപയാണ് ഒരു മാസത്തെ ശമ്പളം, ഈ നാട്ടിൽ തന്നെ കിട്ടുന്നതാണ്. IT മേഖലയിലൊക്കെ IT മേഖലയിലൊക്കെ അതിശയമല്ല, പക്ഷെ BCom പഠിച്ചാൽ കിട്ടുന്ന ഒരു ശമ്പളത്തെ കുറിച്ചാണ്, നല്ല കോളേജിൽ പഠിച്ചതുകൊണ്ട്. അപ്പൊ നമ്മുടെ രാജ്യത്ത് 2-3 ലക്ഷം രൂപയൊക്കെ ഈ കൊച്ചിയിലിരുന്ന് ഉണ്ടാക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്ന് ഒന്നാമത്തെ കാര്യം. അപ്പം അതൊരു പക്ഷെ വൈവിധ്യമായ കോഴ്സുകളാകാം. അപ്പൊ നമ്മുടെ ഒരു ചെറു പ്രായത്തിൽ തന്നെ കുട്ടികളെ നമ്മുടെ ഒരു 10 വർഷം കഴിഞ്ഞ് ഉണ്ടാകാൻ പോകുന്ന സാധ്യതകൾക്ക് വേണ്ടി, കരിയർ റെഡിനെസ്സിന് വേണ്ടി നമ്മുടെ കുട്ടികളെ ഒരുക്കുക എന്നത് എനിക്ക് തോന്നുന്നു നമുക്ക് പ്രായോഗികമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സാറിന് ഫൈനലായിട്ട് എന്തൊക്കെ കൺക്ലൂഷൻസ് ആണ് നമുക്ക് കൊടുക്കാനുള്ളത്? നമ്മൾ ഈ പറഞ്ഞതിന് മൊത്തത്തിൽ നമുക്ക് വേണമെങ്കിൽ സംഗ്രഹിക്കാം. അതായത് നമ്മൾ ചർച്ച അവസാനിക്കുമ്പോൾ ചെല്ലുന്നത് വിദ്യാഭ്യാസ പ്രക്രിയയിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ്. ഇപ്പൊ നമ്മുടെ പരമ്പരാഗത കോഴ്സുകൾ എന്ന് പറയുന്നത് തന്നെ ഒക്കെ റിസർച്ച് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടാക്കി വിടുന്ന കോഴ്സുകളാണ്. അതിന് പകരം ഇപ്പോൾ എഞ്ചിനീയറിംഗില് ITC ഡിപ്ലോമ എഞ്ചിനീയറിംഗ്,
അപ്പോൾ അത് എഞ്ചിനീയറിംഗ് വിഷയമായിട്ട് സമഗ്രമാക്കിയിട്ട് 1ാമത്തെ വർഷം പഠിച്ചിറങ്ങുന്നവന് ITC സർട്ടിഫിക്കറ്റും 3 വർഷം പഠിച്ചവന് ഡിപ്ലോമ സർട്ടിഫിക്കറ്റും 5 വർഷം പഠിച്ചിറങ്ങുന്നവന് ഈ എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റും കൊടുക്കുന്ന രീതിയിൽ ഇതിനെ റീഫ്രെയിം ചെയ്യണം. ഓക്കെ, അപ്പൊ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു മാറ്റം. സഭാതലത്തിൽ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? സഭാതലത്തില് സഭ പഠിപ്പിക്കുന്ന സഭയുടെ ആറ്റിറ്റ്യൂഡിൽ നേരത്തെ പറഞ്ഞു ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് വേണം. ഇത് ജേർണലിസം തെറ്റാണ്, രാഷ്ട്രീയം തെറ്റാണ്, ബിസിനസ് തെറ്റാണ്. അപ്പൊ ആകെ ശരി എന്താ, പഠിക്കുക, ആരുടെയെങ്കിലും കീഴിൽ ജോലിക്ക് നിൽക്കുക. അത് തെറ്റാണ്. ഇനിഷ്യേറ്റീവ് മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് നമ്മുടെ ഇനീഷ്യേറ്റീവ്സ് ഉണ്ടാകണം. സാർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശമാണ്. തൊഴിൽശാലകൾ ഉണ്ടാകണം, സ്കിൽ ട്രെയിനിങ് സെന്ററുകൾ ഉണ്ടാകണം, സംരംഭത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രസ്ഥാനങ്ങൾ നമ്മൾ, അതായത് പുതിയ കാലത്തിനൊത്ത് പുതിയ സംവിധാനങ്ങൾ നമുക്കുണ്ടാകണം. പുതിയ കാലം നേരിടുന്ന വെല്ലുവിളികൾക്ക് പുതിയ കാലം ആവശ്യപ്പെടുന്ന മറുപടിയാണ്, പരിഹാരമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ആ പഴയ കാലത്ത് നിന്ന് നമ്മളും ഏറെ ദൂരം സഞ്ചരിക്കണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ ധാരാളം സാധ്യതകളുണ്ട്. ആ സാധ്യതകളെ കൃത്യമായി പൂള് ചെയ്താൽ ഈ കാലഘട്ടം നേരിടുന്ന ഈ പ്രതിസന്ധിയെ കുറച്ചെങ്കിലും അതിജീവിക്കുവാൻ നമുക്ക് കഴിയുമെന്നാണ് ഈ ഒരു സംവാദത്തിൽ നിന്ന് നമ്മൾ മെനഞ്ഞെടുക്കുന്ന, നമ്മൾ കണ്ടെത്തുന്ന ഉത്തരം. ഫയർ റൂമിൻ്റെ ഈ എപ്പിസോഡ് ശ്രദ്ധാപൂർവം വീക്ഷിച്ച പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നന്ദി. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു.